അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ബ്ലിറ്റ്കോ ആൻഡ് ബ്ലിറ്റ്കോ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ആ പരീക്ഷയെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ചിത്രം വരക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്തായാലും കഴിവില്ല. അയാൾ വരച്ച് എന്ത് ചെയ്യണം? ആ മേഖലയിൽ എക്സ്പേർട്ട് ആവണം. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം. ഹായ് സർ, ഐ എം ജസ. എല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഫോർമാലിറ്റിക്ക് സർ ക്ലാസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും വലിയ തെറ്റാവും. ദിസ് ഈസ് ദ ബെസ്റ്റ് ക്ലാസ് ഐ ഹാവ് എവർ ഹേർഡ് ഇൻ മൈ ലൈഫ്. ലെറ്റ്സ് ഗിവ് എ ബിഗ് അപ്ലോസ് ടു റഷീദ് സർ. ഉണ്ടായ പേടി, ആ മടി കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നത് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ മടി അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇവിടെ വിൻ ചെയ്യാൻ പറ്റൂല, ഒന്നും നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഡേ പറഞ്ഞാൽ എനിക്ക് മുതലായി. അങ്ങനെ വരാം, കാരണം വേറെ ക്ലാസ് ഒക്കെ കൊണ്ട് ചില ദിവസം തന്നെയായി. അങ്ങനെ വരാം, വേറെ ഇത്തിരി നേരം ഞങ്ങൾക്ക് വേണ്ടി കാരണം ഒരാൾക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, ഒരാൾക്കും പറയാനില്ല ഞങ്ങൾക്ക് ഈ ക്ലാസ് ബോറടിച്ച് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ചടിച്ചെന്ന് ഒരാൾക്കും പറയാനില്ല. കാരണം അത്രയ്ക്ക് ഇതായിട്ടാണ് സാർ ഞങ്ങൾ ക്ലാസ് എടുത്തത്. അതേപോലെ ഇവിടുന്ന് ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ടൈം എടുക്കാതെ വേറെ അപ്പം തന്നെ എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടി ആ വലിയൊരു കോട്ടയായിട്ട് തോന്നിയിട്ട്. അപ്പോൾ അത് ഇത്രയും നേരം ഞാൻ ക്ലാസ് എടുത്തത് സാറിന് ഒരുപാട്